ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിൽ രാജീവനും അരുണും ഒരുക്കിയ പ്ലാനിൽ സുധീഷ് വീണ് പോയിട്ടുണ്ട് കേട്ടോ. സുധീഷിന് ആരൊക്കെയോ ചേർന്ന് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും ക്യാഷും അടങ്ങുന്ന ബാഗും അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന നേരത്താണ് കേട്ടോ അരുണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോഴാണ് അരുൺ അത് ഇവരോട് പറയുന്നത്, സുധീഷ് ഇതുവരെ അവിടെ ഒന്നും എത്തിയിട്ടില്ല, ചെട്ടിയാരാണ് വിളിച്ചത്, 3 മണിക്കൂറായി, എന്താ എങ്ങനെയൊന്നും അറിയുന്നില്ല, എന്താ ഇപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ടെൻഷൻ ആവാണ് കേട്ടോ. അത് കേട്ടപ്പോൾ നിധി വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്, അവൾക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വഴിയിൽ എന്തെങ്കിലും പ്രശ്നമായോ, നീ ഒന്ന് അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിക്കേ. അങ്ങനെ അരുൺ സുധീഷിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവൻ എടുക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ടെൻഷനിലാവാണ് കേട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹോളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. പക്ഷേ അതൊക്കെ അഭിനയമാണ്. രാജീവിനും ഹേമയ്ക്കും അരുണിനും എന്താണ് കാര്യം എന്ന് അറിയാം. കാരണം സുധീഷിനെ കൊടുക്കാനുള്ള അവരുടെ പ്ലാൻ ആണല്ലോ ഇത്. നിധിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, അവളാകെ വല്ലാതായിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് അവനെ ഓർത്തിട്ട്. അങ്ങനെ അവർ തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ അവളുടെ മുന്നിൽ നിന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛാ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കിക്കേ, എനിക്ക് ടെൻഷൻ ആവുന്നു. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, പക്ഷേ ഇത്രയും മണിക്കൂറായില്ല, അവൻ ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ല, ഞാൻ ലൊക്കേഷൻ നോക്കട്ടെ. എന്നിട്ട് അവൻ ലൊക്കേഷൻ നോക്കുമ്പോൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്ത ലൊക്കേഷൻ വഴിയല്ലല്ലോ അവൻ പോയത്, എന്തൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നിധി കൂടുതൽ ടെൻഷൻ ആവാണ് കേട്ടോ. എന്നിട്ട് അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇനിയിപ്പോൾ കൊടുത്ത ലൊക്കേഷൻ വല്ലതും മാറിപ്പോയോ? അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അങ്ങനെ മാറ്റി കൊടുക്കുമോ മോളെ, ലക്ഷങ്ങൾ വരെയുള്ള കാര്യമല്ലേ, നീ നോക്കിക്കേ, ഞാൻ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് കൊടുത്തത്, അവനാണ് മാറിയത്. അപ്പോഴേക്കും അരുണ് കിട്ടിയ ചാൻസ് മുതലാക്കുന്നുണ്ട് കേട്ടോ. കാരണം നിധി ഏകദേശം ഫ്ലാറ്റ് ആയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അരുൺ പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ സുധീഷിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ മനസ്സ് മാറിയതാണെങ്കിലോ, അത്രയും പൈസയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു, നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഏൽപ്പിക്കണമായിരുന്നു എന്നൊക്കെ അരുൺ ഇങ്ങനെ പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താർത്ഥത്തിൽ എങ്ങനെ പറയുന്നത്, വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് കേട്ടപ്പോൾ അരുൺ അവളോട് ചൂടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ, 3 മണിക്കൂറായില്ല അവൻ ഇവിടുന്ന് പോയിട്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും വഴിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ വിളിക്കില്ലേ, വിളിച്ചോ, ഇതുവരെ വിളിച്ചില്ലല്ലോ, അവൻ വിളിക്കുമ്പോൾ ഫുൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതിൻ്റെ അർത്ഥം എന്താ, ഇത്രയും വലിയൊരു കാര്യമില്ല അവനെ ഏൽപ്പിച്ചത്, അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന അവൻ അറിയുന്ന കാര്യമില്ലേ, പോട്ടെ അവൻ നിന്നെ വിളിച്ചോ, ഇല്ലോ, അപ്പോൾ എന്നതിൻ്റെ അർത്ഥം അവൻ അതുകൊണ്ട് നാട് വിട്ടിട്ടുണ്ടാവും, കാരണം പൈസയല്ലേ, പൈസ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല അരുണേ, നമുക്ക് സത്യം എന്നൊന്നും അറിയില്ലല്ലോ, സുധീഷ് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ച് വന്ന ഒരാളാണ്, അപ്പോൾ അവനെക്കുറിച്ച് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ രാജീവ് തട്ടിവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല, ഇതെന്തോ നടന്നിട്ടുണ്ട് അതിനിടയിൽ, എന്തായാലും നമുക്ക് സത്യം അറിയണം, സുധീഷ് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് കേട്ടപ്പോൾ അരുൺ വീണ്ടും ദേഷ്യം വന്നിട്ട് അരുൺ പറയുന്നുണ്ട്, പിന്നെ ഞാനെന്ത് പറയണം, അവർ വിളിച്ചിട്ട് പൈസ എത്തിയില്ല, സ്വർണ്ണം എത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ടേ? അതിനിടയിൽ സുധീഷിനെ കൊണ്ടുപോയ കാറ് ഒരു വലിയൊരു ഗോഡൗണിന് മുന്നിൽ നിർത്തിയിട്ട് അവനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവൻ രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവൻ രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നിധിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. എന്നിട്ട് അവൾ അവരുടെ മുന്നിൽ തന്നെ സുധീഷിനെ വിളിക്കുന്നുണ്ട്, അപ്പോഴും ഫോൺ ഓഫാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും സത്യം അറിയാം എന്നൊക്കെ. അപ്പോഴും അരുൺ ദേഷ്യത്തോട് കൂടെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ എന്തിൻ്റെ കേടാ ക്ഷമിക്കാനൊക്കെ, ഇതെനിക്ക് ഉറപ്പാണ് അവൻ അതും കൊണ്ട് മുങ്ങിയത് തന്നെയായിരിക്കും, ഇത്രയും പൈസ ഒന്നും ലൈഫിൽ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്തായാലും അവൻ അവൻ്റെ തനി സ്വഭാവം കാണിച്ചു എന്നും കൂടെ അരുൺ പറയുമ്പോൾ നിധിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ അറിയാത്ത കാര്യത്തിനെ പറ്റി വെറുതെ ആരോപണം ഉന്നയിക്കുമെന്ന് പറയണം, എനിക്ക് എന്തായാലും സുധീഷിന് വിശ്വാസമാണ്, വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അവളുടെ സംസാരം കാണുമ്പോൾ ഹേമയ്ക്ക് രാജീവിനും അരുണിനൊക്കെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷിനാണ് കേട്ടോ. സുധീഷിന് അവരൊരു വീട്ടിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കി 3 ഗുണ്ടകൾ അവരവിടെ ഷീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ആണെങ്കിൽ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ചെയറിലാണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ, എന്തിനാ എന്നോട് കെട്ടിയിട്ടിരിക്കുന്നത്, എന്താണെന്നൊന്ന് പറ, എന്നെ വെറുതെ വിട എന്നൊക്കെ അവൻ അലറി പറയുന്നുണ്ട്. നിങ്ങളാ ക്യാഷ് സ്വർണ്ണമൊക്കെ എവിടേക്ക് കൊണ്ട് മാറ്റി, അതെനിക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് നേർക്ക് വാടാ, അല്ലാതെ തന്നെ കെട്ടിയിടല്ല വേണ്ടത്. അത് കേട്ടപ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, എടാ അവൻ നമ്മളെ വെല്ലുവിളിക്ക് തോന്നുന്നുണ്ട്, ഒരു കൈ നോക്കിയാലോ. അത് കേട്ടപ്പോൾ മറ്റാൾ പറയുന്നുണ്ട്, നീ എന്താ വെറുതെ വെല്ലുവിളി സ്വീകരിക്കാൻ വന്നാണോ, നമുക്ക് കാര്യം നടത്താണ്ട്, അതിനല്ല വന്ന് മിണ്ടാതിരിയുടെ അവിടെ എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും സുധീഷ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താടാ നിങ്ങൾ 3 പേരുണ്ട്, ഞാൻ ഒറ്റ ആളല്ലേ ഉള്ളൂ, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ പേടിയാണോ നേരിടാൻ, വാടാ നേർ വാടാ, എന്തായാലും നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ, എന്നെ തൊട്ടതിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പ്രശ്നം വരും, ഞാൻ കാണിച്ചിരടാ ഞാൻ ആരാന്ന് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് വല്ലാതെ വീറുവാശി ഇളക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ സുധീഷ് ഈ പറയുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അതിലൊരാൾ വന്നിട്ട് അവൻ്റെ വായിൽ പ്ലാസ്റ്റർ വെച്ച് മൂടുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവൻ ആർത്തോണ്ടിരിക്കുകയാണ്, എന്നെ വെറുതെ വിടടാന്ന്. എന്നിട്ട് ഒറ്റ അടി അവന് കൊടുക്കുന്നുണ്ട് ആ ഗുണ്ട. എന്നിട്ടാണ് അവൻ്റെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നിധീനെയാണ് കേട്ടോ. നിധി വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ അവനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ്റെ ഫോൺ ഓഫാന്ന് തന്നെയാണ് പറയുന്നത്. അരുണും രാജീവ് ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനായിട്ട് ആ ഗുണ്ടകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ മുഖത്തൊക്കെ ഒരു വിജയച്ചിരിയൊക്കെ മിന്നിമായുന്നുണ്ട്.
അങ്ങനെ രാജീവ് വീണ്ടും സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി വന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ വല്ല ഇവരും കിട്ടിയോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് മോളെ എന്തായാലും എനിക്ക് തെറ്റുപറ്റി, അവൻ നമ്മളെ ചതിച്ചു മോളെ. അത് കേട്ടപ്പോൾ അവൾ ഷോക്കാവുന്നുണ്ട്. ഇല്ല അച്ഛൻ ഒരിക്കലും സുധീഷ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട് പിന്നെ എന്താ മോളെ ഇതിൻ്റെ അർത്ഥം, അവൻ ചതിച്ചു അല്ലെങ്കിൽ അവന് ഫോൺ എടുക്കില്ലേ, അവൻ ഇതുവരെയായിട്ട് അവിടെ എത്തിയിട്ടില്ല, അവൻ എത്തേണ്ട സമയമൊക്കെ ഇത്ര നേരമായിട്ട് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ച് പറയേണ്ട സമയം കഴിഞ്ഞില്ലേ. അപ്പോൾ അരുണും പറയുന്നുണ്ട് അവൻ ആദ്യം ഫ്രോഡാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് നീയാണ് പൊട്ടത്തി, നീയാണത് വിശ്വസിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ നന്നായിട്ട് അവളെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട് എന്താ അച്ഛാ അത്, അരുണേട്ടൻ പറയുന്ന പോലെ തന്നെ അച്ഛനും അത് പറയുകയാണോ, ഒരിക്കലും സുധീഷ് അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്, അവൻ അങ്ങനെ ക്യാഷിന് മോഹമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തെന്നെ ആയാലും അവനൊരിക്കലും മോഷ്ടിക്കില്ല, അവനല്ല വീട്ടിൽ ആരും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പോഴൊക്കെ അവർക്ക് ദേഷ്യം വരാട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അവനെ മാത്രം വിശ്വസിക്കുന്ന കണ്ടപ്പം എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹേമയും പറയുന്നുണ്ട് നീ എന്താ മോളെ ഈ പറയുന്നത്, അച്ഛൻ പറഞ്ഞ് നിനക്കെന്ത് വിശ്വാസമാവുന്നില്ലേ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് മോളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അവന് ബിസിനസ് വരെ തുടങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു, അത്രയും ഞാൻ ചെയ്തു, എൻ്റെ മകളെ രാത്രിക്ക് രാത്രി തട്ടിക്കൊണ്ടുപോയ ആ തെണ്ടിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലേ, അങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യോ, ഇല്ലല്ലോ. അത് കേട്ടപ്പോൾ അവളുടെ തല കുനിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എന്താ ചെയ്തേ, അവൻ ഈ പൈസയും കൊണ്ട് കടന്നു കളഞ്ഞു, ഞാനൊക്കെ നാണം കെട്ടു, എൻ്റെ നാണക്കേട് പോട്ടെ, ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച എൻ്റെ പൈസ പോയി, അത് അവനായതുകൊണ്ട് മാത്രമാണ് അവനെ ഞങ്ങൾ വിട്ടത്, അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട്, പക്ഷെ അവൻ എന്താ ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും നിധി സുധീഷിനെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. സുധീഷിന് എന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ നോക്കച്ചാ, വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോഴും അരുൺ പറയുന്നുണ്ട് ലൊക്കേഷനിൽ പോലും കറക്റ്റ് പോകാത്ത അവനെ ആര് ചതിച്ചെന്ന് നീ പറയുന്നത്, അവൻ തന്നെയാണ്, അവൻ കള്ളനാണ്, എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ അരുണും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് മോളെ ഞാൻ പറഞ്ഞു നീ കേക്ക്, അവനിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നു, പക്ഷേ ഇന്ന് വരെ അവൻ ഞങ്ങളോട് സംസാരിച്ചോ, ഇല്ലല്ലോ, ഞങ്ങൾ കാണിക്കുന്ന അടുപ്പം പോലും അവൻ ഇങ്ങോട്ട് കാണിക്കുന്നില്ല, എന്തോ ഒരു കള്ളലക്ഷണം, മുഖത്തേക്ക് നോക്കാൻ തന്നെ അവന് പേടി, എന്തോ ഒരു കള്ളലക്ഷണം മണക്കുന്നുണ്ട്, ഇതവൻ്റെ ചതിയാ, നിന്നെ കരണം കഴിച്ചത് പോലും അവൻ്റെ പ്ലാനിങ് ആണ്, നീ എന്തത് മനസ്സിലാക്കാത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് അവളോട് ഓരോന്ന് പറയാൻ കേട്ടോ. അപ്പോഴും നിധി സുധീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛൻ സുധീഷ്, എനിക്ക് ഉറപ്പാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഹേമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹേമ പറയുന്നുണ്ട് നീ എന്താടി അച്ഛൻ പറഞ്ഞതുപോലെ നീ വിശ്വസിക്കുന്നില്ലല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ ക്യാഷും കൊണ്ടാണ് അവൻ കടന്നു കളഞ്ഞത്, ഞാനതൊരിക്കലും സഹിക്കില്ല, ഇങ്ങനൊരു കള്ളനെ കല്യാണം കഴിക്കേണ്ട ഗതികേട് വന്നല്ലോ മോളെ നിനക്കെന്താ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, നീ അന്ന് അവനെ മനസ്സിലാക്കിയില്ല, പിന്നെയാണോ ഇനി ഇപ്പോൾ അല്ലേ, അവൻ ഈ ഒരു തെറ്റ് ചെയ്തിട്ട് നിനക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അവളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹേമ എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ്റെ വീട്ടിലുണ്ടാവും, അവൻ അവിടേക്ക് പോയി നോക്കാൻ നോക്ക്, ചിലപ്പോൾ ഇന്ന് തന്നെ കുടുംബം മൊത്തം അവിടുന്ന് നാട് വിടാൻ ചാൻസ് ഉണ്ട്, അത്രയും പൈസ അല്ലേ കിട്ടിയത്. അത് കേട്ടപ്പോൾ അവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് മതി, നിങ്ങളെല്ലാവരും കൂടെ അവരെ പഴിക്കുന്നത്, ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല, സുധീഷ് പിന്നെ എന്നെ എങ്ങനെ ഫേസ് ചെയ്യും, അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. അത് കേട്ടപ്പോൾ അവനോട് പറയുന്നുണ്ട് നിനക്കെന്താടി തലയ്ക്ക് വെളിവില്ലേ, അത്രയും സ്വർണ്ണം പണം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ അവനെന്തിനാ, അവനത് കൊണ്ട് നാട് വിടില്ലേ, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇത്രയും നിനക്ക് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് അരുൺ അവളെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹേമൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ, എൻ്റെ ഭർത്താവിൻ്റെ പൈസയാണ് പോയത് എന്ന് വെച്ചിട്ട് ആ പൈസ വെറുതെ കളയാൻ പാടുന്നുണ്ടോ, ഇല്ലല്ലോ, അവൻ തന്നെയാണ് അത് മോഷ്ടിച്ചത്, നീ വിശ്വസിക്കുക എന്തായിക്കോട്ടെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, പക്ഷെ ഞങ്ങൾക്ക് പൈസ കണ്ടെത്തണം, അത് സുധീഷ് കൊണ്ടുപോയതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അവൻ പഠിച്ച കള്ളൻ, അത് ഉറപ്പാണ്, അതുകൊണ്ടല്ലേ നിന്നെ അവൻ കൊണ്ടുപോയത്, അതൊരു മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരുണിനോട് പറയുന്നുണ്ട് അരുണെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവരൊന്ന് കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്, അപ്പം അറിയാൻ പറ്റും എന്താ സത്യം എന്നൊക്കെ ഉള്ളത്. അത് കേട്ടപ്പോൾ അരുൺ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് എണീക്കുമ്പോൾ സാന്ദ്ര പറയുന്നുണ്ട് അരുണേട്ടാ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുമ്പോൾ അരുൺ പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നേ, ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും നീ തല കയറ്റി വെക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് ചൂടാവുന്നുണ്ട്. അപ്പോഴും നിധി നന്നായിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അവരോട് നിങ്ങൾ ദയവേത് അവൻ എവിടെ ഒന്ന് അന്വേഷിക്കാൻ നോക്ക്, സുധീഷൻ എന്താ പറ്റിയതൊന്ന് അന്വേഷിക്കുക പ്ലീസ്, ഒരിക്കലും സുധീഷ് അങ്ങനെ ചെയ്യില്ല, എനിക്ക് 100% ഉറപ്പാണ്, സുധീഷ് വീട്ടിലുണ്ടോ ഇല്ലെന്ന് അറിയണം, അതല്ലേ നിങ്ങളുടെ ആവശ്യം, ഞാൻ എന്തായാലും വിളിച്ചു നോക്കിയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയാം. അത് കേട്ടപ്പോൾ അരുണ് രാജീവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് എന്തായാലും അവൾ വിളിക്കട്ടെ, അപ്പോഴെങ്കിലും അവൾക്ക് വിശ്വാസമാവല്ലോ, അവൾക്ക് നമ്മളൊന്നും പറഞ്ഞാൽ തലേ കയറുന്നില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവൾ റൂമിലേക്ക് പോകാൻ കേട്ടോ. പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സുധീഷ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഹരീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ ഹരീഷ് ആണെങ്കിൽ നീതുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് കോൾ വരുന്നത് അവൻ അറിയുന്ന പോലും ഇല്ല, അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വീണ്ടും അവനെ വിളിക്കുന്നുണ്ട്, അപ്പോഴും അവൻ എടുക്കുന്നില്ല, ബിസി എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് ഇനി സുഭാഷ് ചേട്ടനെ വിളിച്ചാലോ, വേണ്ട സുഭാഷ് ചേട്ടനും നികേഷും അറിയാത്ത നല്ലത്, അവർക്ക് വിഷമാവും, എന്തായാലും ഹരീഷിനെ തന്നെ വിളിക്കാം. പക്ഷേ ഹരീഷ് വീണ്ടും ബിസി. അപ്പോൾ അവൾ ആകെ സങ്കടപ്പെടുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഭഗവാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഹേമ അകത്തേക്ക് വരുന്നുണ്ട്, എന്തായി നിധി നീ വിളിച്ചിട്ട് അവരെടുത്തോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല അമ്മ അവരെടുക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ അവർ കുടുംബത്തോട് കൂടി പറ്റിക്കുകയാണ്, അവരിപ്പോൾ അവിടുന്ന് മുങ്ങും ഉറപ്പാണ്, അത്ര വലിയ പൈസ അല്ല കിട്ടിയത്. അത് കേട്ടപ്പോൾ അവൾ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്, അമ്മ എന്താ അറിഞ്ഞിട്ട് ഈ പറയുന്നത്, ഇങ്ങനെയൊന്നും പറയല്ല അമ്മ, ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല, നീ എന്താടി എന്നെ പഠിപ്പിക്കാൻ വരുന്നോ, നീ നിർത്തിക്കോ അവരോടുള്ള വിശ്വാസം, നിന്നെ ഇവിടുന്ന് അവർ കടത്തിക്കൊണ്ട് പോയതല്ല അവൻ, അപ്പം തന്നെ അവനെ
പറ്റിയുള്ള ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നീ പറയാൻ നിൽക്കണ്ട. എന്തായാലും ഇത് അവരുടെ പ്ലാനാണ്. ഇനി അച്ഛൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ തടുക്കാനൊന്നും ശ്രമിക്കില്ല. അവരെ വെറുതെ വിടാനും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ഹേമ അവിടുന്ന് ദേഷ്യത്തോട് കൂടി പോവാണ് കേട്ടോ. അങ്ങനെ അവൾ വീണ്ടും അവനെ വിളിക്കുകയാണ് അരീഷിനെ. പക്ഷെ അരീഷ് ഫോൺ എടുക്കുന്നില്ല. അതോടുകൂടി അവളാക്ക് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അരീഷ് നീതുമായിട്ടുള്ള കോൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പിന്നെ വിളിക്കാൻ നീതു, എനിക്ക് വർക്ക് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ ഓക്കെ നീ ഫ്രീ ആയിട്ട് വിളിക്കുന്നു പറഞ്ഞിട്ട് കോൾ വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവൻ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ 3 മിസ് കോൾ. അപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിൽ പറയുന്നത് അയ്യോ ഏടത്തിൻ്റെ 3 മിസ് കോൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവൻ തിരിച്ചു വിളിക്കുകയാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട് അരീഷെ സുധീഷ് എങ്ങാനും അങ്ങോട്ട് വന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ലയിടത്തി നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്, അതല്ല രാവിലെ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ വന്നു. ഇല്ലയിടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, രാവിലെ പോയതാണ്, ഫോണ് ഓഫുമാണ്, അതാ ഞാൻ വിളിച്ചെന്നൊക്കെ പറയാൻ കേട്ടോ. അതോടുകൂടി ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിൽ എന്താവും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക്